ആൻഡ് വെൽക്കം. ഇന്ന് നമ്മളുടെ ഈ ടൈം ലൈൻ സ്പെഷ്യൽ എലക്ഷൻ കോൺവെർസേഷനിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മുഹമ്മദ് സാബിഹാണ്. മുഹമ്മദ് സാബി ബൈ പ്രൊഫഷൻ ഒരു മനഃശാസ്ത്ര വിദഗ്ധനാണ്, ബട്ട് ബൈ പാഷൻ ഒരു എലക്ഷൻ അനലിസ്റ്റും അതോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയ വിശാരദനാണ്, ഒരു സിഫോളജിസ്റ്റാണ്. വെൽക്കം ടു ദിസ് സ്പെഷ്യൽ ടൈം ലൈൻ കോൺവെർസേഷൻ സാബി. താങ്ക് യു. ഈ 2026 ഇലക്ഷന് ശേഷം കേരളം ആര് ഭരിക്കും? എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് രൂപപ്പെട്ട് വരുന്നുണ്ട് തോന്നുന്നു. ഞാൻ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് ഇതൊരു പക്ഷേ ഒരു LDF 3.0 എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്ലോലി ഇത് സിങ് ചെയ്ത് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇന്ന് ആസ് ഇഫ് നൗ ഒരു പക്ഷേ യു ഡി എഫിന് ഒരു നല്ല അഡ്വാൻറ്റേജിലേക്ക് പോകുന്നുണ്ട്. ഒരു പക്ഷേ ഒരു നല്ല സൈലൻ്റ് വേവ് യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി മലബാറിൽ ഒരു ആൻറ്റി ഇൻകംബൻസി വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ സൗത്തിൽ ആൻറ്റി ഇൻകംബൻസിയേക്കാളും കൂടുതൽ മറ്റു പല ഫാക്ടേഴ്സും വർക്ക് ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഓൾ ടുഗദർ യു ഡി എഫിനൊരു മെജോറിറ്റിയിലേക്ക് യു ഡി എഫ് എത്തും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഡു യു ഹാവ് എനി നമ്പേഴ്സ്? ഇപ്പോഴത്തെ ഒരു നമ്പർ പറയുകയാണെങ്കിൽ ഒരു 78 ±3 എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ അത് കുറച്ചും കൂടി ആ വേവ് സ്ട്രോങ് ആണെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ കുറേയും കൂടി മുകളിലേക്ക് തന്നെ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യു ഡി എഫ് നേതാക്കന്മാർ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ അടുത്ത് കണ്ടതിൽ വെച്ച് വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരാൾ വി ഡി സതീശനാണ്. അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ്, കാരണം പൊതുവേ കേരളത്തിലെ ഇലക്ഷൻ ട്രെൻഡിൻ്റെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്സഭ എന്തെങ്കിലും ആയിക്കോട്ടെ, നിയമസഭ തിരിച്ചും മറിച്ചും ഭരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ഉണ്ടായ മാതിരി പിണറായി 2 പ്രാവശ്യം വരിക. പക്ഷേ തദ്ദേശ സ്വയംഭരണം എപ്പോഴും ഒരു LDF ഫോട്ടോയായിരുന്നു, അതായത് LDF ഇതായിരുന്നു. പക്ഷെ ആ സമയത്തും കൃത്യമായിട്ടില്ല എങ്കിലും ഏറ്റവും ക്ലോസ് ആയിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ പ്രെഡിക്റ്റ് ചെയ്തത് വി ഡി സതീശനാണ്. ഇതുപോലെ തന്നെ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. അതെ, അദ്ദേഹം പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോൾ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് 100 ആണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 100 ഉണ്ടാകുമോ? അതോ 100 ഉണ്ടാകുമോ എന്ന് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി കേരളത്തിലെ ഇലക്ഷനുകളിൽ വേവ് വന്നേക്കുന്നത് ഇപ്പം ലോക്സഭ ഇലക്ഷനിൽ വേവ് വന്നിട്ടുണ്ട്. അത് LDF ജയിച്ച സന്ദർഭത്തിലും വന്നിട്ടുണ്ട്, UDF കഴിഞ്ഞ 2 പ്രാവശ്യം ജയിച്ച സന്ദർഭത്തിലും വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരെണ്ണം വന്നത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിലാണ് ഒരു വേവ് വന്നത്. തദ്ദേശ സ്വയംഭരണത്തിലൊരു സെമി വേവ് എന്നുള്ള രൂപത്തിലൊരു സംഭവമാണ് നടന്നേക്കുന്നത്. അപ്പോൾ ഈ വേവ് ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ ഒരു തരംഗം എന്നുള്ളത് കേരളത്തിലെ ഇലക്ഷൻ ഔട്ട്കമ്മിൻ്റെ ഒരു പൊതു നേച്ചറാണ്. അപ്പോൾ ഈ വേവ് നിലവിലുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. സോ താങ്കൾ പറഞ്ഞു 78 ±3 എന്നുള്ളത് താങ്കൾ പറഞ്ഞു, പക്ഷെ എന്നാലും ഈ വേവ് നിലവിലുണ്ടോ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന. ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു വേവ് ഈ ലോക്കൽ ബോഡിയിൽ നടന്ന സെയിം വേവ് മലബാറിൽ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ മുസ്ലിം വോട്ടിംഗ് ഇപ്പോഴും ഈ ഇലക്ഷനിലും എൻ ബ്ലോക്കായിട്ട് തന്നെ യു ഡി എഫിന് അനുകൂലമായിട്ട് പോകും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ സൗത്തിലേക്ക് കുറേയും കൂടി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാവും. പക്ഷേ അവിടെ ഈ യു ഡി എഫിൻ്റെ സോഷ്യൽ എൻജിനീയറിങ് കുറേയും കൂടി ഒരു പക്ഷേ യു ഡി എഫിന് അനുകൂലമായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്ലസ് BJP പിടിക്കുന്ന NDA പിടിക്കുന്ന വോട്ടുകൾ ഒരു പക്ഷേ CPMന് LDFന് പ്രയാസം ഉണ്ടാക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായിരുന്നു എൻ്റെ അടുത്ത ചോദ്യം. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കോഴിക്കോട് സൗത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ നവ്യ ഹരിദാസ് കിട്ടിയ വോട്ട് ഏതാണ്ട് 25,000-നടുത്താണ്. ഇവിടുന്ന് അഹമ്മദ് ദേവർകോവിൽ ജയിക്കുന്നത് 12,000 അങ്ങാണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിക്കുന്നത്. ഈ BJP പിടിക്കുന്ന വോട്ട് എന്തടിസ്ഥാനത്തിലാണ് പിന്നെ അത് CPMൻ്റെ നഷ്ടമായിരിക്കുമെന്ന് പറയുന്നത്? ഇപ്പം നോക്കൂ, ഈ ഒരു ഇലക്ഷനിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞൊരു 3 വർഷത്തെ ഈ നമ്മുടെ പിന്നെ സോഷ്യൽ എൻജിനീയറിങ് അല്ലെങ്കിൽ CPM ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിൽ അവർ ഇപ്പം
നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ഒരു ഹിന്ദു കൺസോൾട്ടേഷന് വേണ്ടിയിട്ടാണ് CPM ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു നിയമസഭയിൽ CPMന് ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ കിട്ടുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അവിടെ കുറേയും കൂടിയും അതിന് പറ്റുന്നൊരു പ്ലെയറാണ് ആര്, പിന്നെ NDAക്ക് കുറച്ച് പിന്നെ ക്രിസ്ത്യൻ വോട്ടുകളും കിട്ടുമെന്ന് NDA വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ BJP പിടിക്കുന്ന വോട്ടുകൾ യഥാർത്ഥത്തിൽ CPMൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ വോട്ടിൽ നിന്നുള്ളൊരു ഷെയറായിരിക്കും BJP പിടിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മുമ്പ് UDFൻ്റെ വോട്ടായിരുന്നു BJP പിടിച്ചുകൊണ്ടിരുന്നത്. അതിലൊരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അത് ഇപ്പം പിന്നെ LDFൻ്റെ വോട്ടായിരിക്കും പിടിക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭയിൽ പിന്നെ ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലത്തിൽ പിന്നെ അവരുണ്ടാക്കിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അവിടെ ഒരു ലാൻഡ് സ്ലൈഡായിട്ട് CPMൻ്റെ വോട്ട് BJPയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ശോഭാ സുരേന്ദ്രൻ പിന്നെ അവിടെ ആലപ്പുഴയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഒരു ട്രെൻഡ് ഉണ്ട്. അതേപോലെ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി. ഇതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് കുറേയും കൂടി CPM വോട്ടുകളിലാണ് BJP കടന്നു കയറാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. BJP പണിയെടുക്കുന്നതും ആ ഒരു വോട്ടിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് CPMന് അല്ലെങ്കിൽ LDFന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മധ്യ കേരളത്തിൽ ഏതാണ്ട് ഒരു 41ഓളം സീറ്റുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, പിന്നെ ബാക്കിയുള്ള സൗത്ത് കേരളയിലെ ഏതാണ്ട് 51 സീറ്റുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ്റെ നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും LDFനാണ് ഈ 3 റീജിയനുകളിലും ഉണ്ടാകുന്നൊരു ഭൂരിപക്ഷം കിട്ടിയേക്കുന്നത്, സീറ്റുകളിലെ ഭൂരിപക്ഷം കിട്ടിയേക്കുന്നത്. മലബാറിൽ എന്തായിരിക്കും, പാലക്കാടില്ലാതെ ബാക്കിയായിട്ടുള്ള ഇപ്പോൾ മലബാറിൽ എന്തായിരിക്കും മൊത്തം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലബാറിലെ പിന്നെ റിസൾട്ട് ഓൾമോസ്റ്റ് ഒരു 4-5 മണ്ഡലം ഒഴികെ ബാക്കിയെല്ലാം തന്നെ ഫിക്സ്ഡ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും കാസർഗോഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡും മഞ്ചേശ്വരും ആണ് ഇപ്പം UDF ഹോൾഡ് ചെയ്യുന്ന മണ്ഡലങ്ങൾ. അത് ഒരു പക്ഷേ അത് കാസർഗോഡ് അങ്ങനെ തന്നെ നിലനിൽക്കാനാണ് സാധ്യത. അതേപോലെ തന്നെ കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ അതിനകത്ത് തൃക്കരിപ്പൂർ ഒരു ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. തൃക്കരിപ്പൂർ എനിക്ക് തോന്നുന്നു വളരെ ക്ലോസ് ആയിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കൂടി അത് ഒരു CPMന് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. ഈ സന്ദീപ് വാര്യർ അവിടെ നിന്ന് പണിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സന്ദീപ് വാര്യർക്ക് അടുത്ത തവണത്തേക്കുള്ളൊരു സെറ്റായിട്ടുള്ളൊരു മണ്ഡലമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് വെരി ക്ലോസ്. നമുക്ക് ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ 1000 വോട്ടിൻ്റെ ഒക്കെ ഒരു ഭൂരിപക്ഷേ VPP മുസ്തഫയ്ക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു വളരെ ടൈറ്റായിട്ടുള്ളൊരു മണ്ഡലമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സന്ദീപ് വാര്യർ നല്ല ഫൈറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ UDFന് ശക്തിയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഒപ്പീനിയൻ അത് സെയിം നിലനിന്ന് പോകുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൂർ വരികയാണെങ്കിൽ കണ്ണൂർ ഒരു പക്ഷേ LDFന് നഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൂർ ഇനി K സുധാകരൻ ഫാക്ടർ വേറൊരു തരത്തിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കണ്ണൂർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി കടന്നപ്പള്ളി തോൽക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇപ്പം മൊത്തം CPMനെ ഇപ്പം കൂത്തുപറമ്പായാലും തളിപ്പറമ്പായാലും മൊത്തം CPMൻ്റെ ജില്ലയിലെ ഒരു നോക്കി കഴിഞ്ഞാൽ CPMനെതിരെ വിമതരും മുൻ പാർട്ടി നേതാക്കന്മാരൊക്കെ CPMനെതിരെ തിരിഞ്ഞ സാഹചര്യമുണ്ട്. ഇപ്പം PP കുഞ്ഞികൃഷ്ണൻ, അതുകൂടാണ്ട് പിന്നെ ഗോവിന്ദ മാസ്റ്ററുടെ ഭാര്യ മത്സരിക്കുന്ന മണ്ഡലത്തിൽ TK ഗോവിന്ദൻ. അപ്പം അതുപോലെ പ്രശ്നമുണ്ട്. പിന്നെ പേരാവൂർ ഭയങ്കര അതായത് കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് പേരാവൂർ ശൈല ടീച്ചർ വേഴ്സസ് സണ്ണി ജോസഫ്. ഇവിടെയൊക്കെ എന്തായിരിക്കും സംഭവിക്കുന്നത്? പേരാവൂരൊരു പിന്നെ അത് സണ്ണി ജോസഫിനൊരു നല്ല ഷുവർ സീറ്റ്. സണ്ണി ജോസഫ് ഒരു 5000-നും 10,000-നും വോട്ടിൻ്റെ ഇടയിൽ പേരാവൂരിന്ന് ജയിച്ചു കയറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, ശൈലജ ടീച്ചർ അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാൻഡിഡേറ്റ് ആയിരുന്നു
പക്ഷേ അത് ആ മണ്ഡലത്തിലേക്ക് ശൈല ടീച്ചറെ കൊടുക്കുന്നതിലൂടെ ആ പാർട്ടി കൊടുക്കുന്ന സന്ദേശം എന്താണ്? ശൈല ടീച്ചർ കഴിഞ്ഞ തവണ മട്ടന്നൂരാണ് വിജയിച്ചത്, അവിടെ തന്നെ കൊടുക്കായിരുന്നു. എന്നിട്ട് സനോജനമാണെങ്കിൽ പേരാവൂരിലേക്ക് ഇടായിരുന്നു, ഫൈറ്റ് ചെയ്ത് ജയിച്ചു പോരും എന്നുള്ളത് അല്ലേ? അങ്ങനെ ഒരു റിസ്ക് ഉള്ള സ്ഥലത്ത് വടകര ശൈല ടീച്ചർ തോൽക്കുന്നു, അത് കഴിഞ്ഞിട്ട് ശൈല ടീച്ചർ വീണ്ടും ഇനി ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് പേരാവൂർ ഇടുന്നു. പേരാവൂർ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശൈല ടീച്ചർ കയറി പോരാൻ. അപ്പോൾ അതവിടെ ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അതവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നതിലൂടെ തന്നെ ജനങ്ങൾക്കൊരു മെസ്സേജ് കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അതൊരു വലിയൊരു ഫൈറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി ഒരു സൈലൻറ്റ് വേവ് UDF അനുകൂലമായി ഉണ്ടാകുന്നൊരു സന്ദർഭം. അതൊരു വലിയ വേവാണെങ്കിൽ എന്തായാലും ശൈല ടീച്ചർക്ക് ഒരു പ്രതീക്ഷ ഒന്നുമില്ല എന്നാണ് എനിക്ക്. ഇപ്പോൾ തലശ്ശേരി, തളിപ്പറമ്പ്, ധർമ്മടം ഇതൊക്കെ CPM ആണ് നിലനിർത്തും. അതെ, അതിലൊന്നും എനിക്കൊണ്ട് തളിപ്പറമ്പ് കുറച്ച് വോട്ടൊക്കെ ചിലപ്പം ഒന്ന് അവിടുത്തെ ഒരു പ്രാദേശിക വികാരമൊക്കെ CPM ചിലപ്പം കുറച്ച് വോട്ടൊക്കെ നഷ്ടം ഉണ്ടാക്കി കൂടായില്ല. ധർമ്മടമൊന്നും പിന്നെ ധർമ്മടം മട്ടന്നൂരൊന്നും പിന്നെ അത്ര ഒരു മത്സരം നടക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ തലശ്ശേരിയും കാരായിരാജം വരുന്നതിലൂടെ ഒരു പോയിൻ്റാണ്. പക്ഷേ അതൊക്കെ CPM ഒരു സ്ട്രോങ് ഹോൾഡ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ അങ്ങനെ ജയിച്ചു പോരും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൽ പിന്നെ അത് കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് വരുവാണെങ്കിൽ കോഴിക്കോട് എല്ലാവരും ഉറ്റുനോക്കുന്ന 2-3 മണ്ഡലങ്ങളുണ്ട്. ഒന്ന് കോഴിക്കോട് സൗത്തിൻ്റെ അവസ്ഥ എന്താണ്? സൗത്ത് ബേസിക്കലി ഒരു മുസ്ലിം ലീഗ് മണ്ഡലമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടെ അഹമ്മദ് അവർഗോയിൽ ജയിക്കുന്നു. അതിൻ്റെ മുമ്പ് 2006 PM സലാമ ജയിക്കുന്നു. അത് ഒരു ഇതല്ലാതെ ബാക്കി ഒക്കെ ഒരു എന്താണ് പറയുക, ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് മാറി വരുന്നു, അല്ലെങ്കിൽ കുറേ കൂടി ഒരു മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ്. ഇപ്പോഴത്തെ ഒരു പിന്നെ ലോക്കൽ ബോഡീൻ്റെ ഒക്കെ ഒരു പാറ്റേണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഫൈസൽ ബാബുവിന് വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു മാർജിനിൽ അവിടുന്ന് വിജയിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ വേറെ 2 ഫാക്ടറുണ്ട്. ഒന്ന്, ഇവിടുത്തെ BJP സ്ഥാനാർത്ഥി മുമ്പ് ഇവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷനുകളിലൊക്കെ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ മുമ്പത്തെ നേരെ തോൽപ്പിച്ചു വന്ന ആളാണ്. അതിനു മുമ്പ് പുതിയറയിൽ റനീഷ് ജയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടുത്തെ BJPയുടെ വോട്ടെന്ന് പറഞ്ഞാൽ 21% ഉണ്ട്. പിന്നെ 25,000-ത്തിനടുത്ത് വോട്ടുമുണ്ട്. ഈ എലമെൻ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതേ വോട്ടേ കിട്ടുള്ളൂ. അതേ വോട്ടിൻ്റെ അതിലെ കൂടുതൽ വോട്ടിനൊന്നും റനീഷ് ഇസ് എ ഗുഡ് കാൻഡിഡേറ്റ്. റനീഷ്, നവ്യ ഹരിദാസ്, പ്രകാശ് ബാബു, ഇത് വളരെ ഫ്യൂച്ചർ അസറ്റാണ്. അപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മാവൂർ റോഡിൻ്റെ 2 സൈഡ്, ഇപ്പോൾ കോഴിക്കോട് കുറേ കൂടി ക്ലോസ് ആയിട്ട് അറിയുന്നുണ്ട്. അത് രണ്ടും BJP സ്ലോലി വളർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഇപ്പോൾ നോക്കൂ, അവിടെ പുതിയറ, കുതിരവട്ടം, പൊറ്റമൽ, ഈ 3 ഡിവിഷൻസും BJP ആണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ ഇപ്പുറം മാവൂർ റോഡിൻ്റെ ഈ സൈഡും ഏറെക്കുറെ ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. എനിക്കൊന്ന് സൗത്തിനേക്കാളും കൂടുതൽ BJPൻ്റെ ഫോക്കസ് കോഴിക്കോട് നോർത്താണെന്ന് തോന്നുന്നു. നോർത്തിൽ നവ്യ ഹരിദാസ് എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ BJP എയിം ചെയ്യുന്നത് ഒരു 2036 തിരുവനന്തപുരം പോലെ അല്ലെങ്കിൽ നേമം, വട്ടിയൂർക്കാവ് പോലെയൊക്കെയുള്ളൊരു മണ്ഡലമായിട്ട് കോഴിക്കോട് നോർത്തിനെ മാറ്റണം എന്നുള്ളതാണെന്നാണ് എനിക്ക് അവരുടെ ഒരു ബിഹേവിയറിന് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് അവിടെ BJP അനുകൂല വോട്ടുകൾ രൂപപ്പെടുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു സോഷ്യൽ അരിത്മെറ്റിക് മറ്റുള്ള മണ്ഡലങ്ങളെക്കാളും ഡിഫറെൻ്റ് ആയതുകൊണ്ടോ? അവിടെ കുറേയും കൂടി ഒരു BJP അനുകൂലമായിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ളൊരു മണ്ഡലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ തവണ 7 സീറ്റ് ഉണ്ടായിരുന്ന കോർപ്പറേഷനിൽ അവർക്ക് 13 സീറ്റിലേക്ക് അവർ വരുന്നു. അതന്നെ കൺസിസ്റ്റൻ്റായിട്ട് ഇപ്പം മേയർ സീറ്റ് പിടിക്കുന്നു, അല്ലെങ്കിൽ നവ്യഹരിദാസോട് നിൽക്കുന്ന അവർ ജയിക്കുന്നു എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരു ഫ്യൂച്ചർ കോഴിക്കോടിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഈ ഒരു ജനറേഷൻ മാറിക്കഴിഞ്ഞാൽ വരാനുള്ള ജനറേഷനിലെ പ്രധാനപ്പെട്ട 3 ലീഡേഴ്സാണ് കോഴിക്കോട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ അവരത് സ്ലോലി അവിടെ കോഴിക്കോട്
അവരിങ്ങനെ വോട്ട് ഉയർത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് നമ്മളത് പഠിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം, അവർ ഓരോ ഘട്ടത്തിലും കോഴിക്കോട് നോർത്തിലാണ് അവരുടെ ഫോക്കസ് ഉള്ളതെന്നും അത് ഓരോ ഘട്ടത്തിലും അവർ കൂട്ടി വരുന്നു എന്നുള്ളതും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ പിന്നെ കോഴിക്കോടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മണ്ഡലം പേരാമ്പ്രയാണ്. പേരാമ്പ്ര എന്താണ് സംഭവിക്കുക? പേരാമ്പ്ര വളരെ ഇനീഷ്യലി ഫാത്തിമ തേലിയ വരുന്ന സമയത്ത് പേരാമ്പ്ര ഒരു മത്സരമില്ലായിരുന്നു, പേരാമ്പ്ര തോൽക്കുന്ന സീറ്റ് കൊടുത്തു എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പേരാമ്പ്ര ഈസ് ഗോയിങ് ടു ബി വെരി ടൈറ്റ് ക്ലോസ് ആയിട്ടുള്ളൊരു മണ്ഡലം എന്നുള്ളതാണ് പറയുന്നത്. പേരാമ്പ്രയിലെ റിസൾട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. 2016 ടി പി രാമകൃഷ്ണന് വെറും 4100 വോട്ടിന് ജയിച്ച മണ്ഡലമാണ്. 2021 വരുമ്പോൾ അത് 22,000 വോട്ടിൻ്റെ 20,000+ വോട്ടിൻ്റെ ഒരു ലീഡ് ടി പിക്ക് ഉണ്ട്. ഞാൻ ആ രണ്ട് റിസൾട്ടിനെ ഞാൻ മനസ്സിലാക്കുന്നത് അത് CPM-ൻ്റെ ഉള്ളിലെ അതുപോലെ ഗ്രൂപ്പ് പൊളിറ്റിക്സിൻ്റെ ഒരു റിസൾട്ടായിരുന്നു 2016 ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ 2014 ലോക്സഭാ ഇലക്ഷനിലുള്ള റിസൾട്ടും ഒക്കെ തന്നെ വെച്ചുകൊണ്ടുള്ള ഒരു റിസൾട്ടാണെന്നുള്ളതാണ് എൻ്റെ ഒരു അനാലിസിസ്. 2021 എന്തുകൊണ്ട് ഭൂരിപക്ഷം വർദ്ധിച്ചു എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് അതുവരെ പൊളിറ്റിക്സിലില്ലാത്തൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ പ്ലേസ് ചെയ്യുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ അത് റിസൾട്ട്. മുസ്ലിം ലീഗ് ഓൾറെഡി നമ്മൾ തോറ്റു എന്ന് പറഞ്ഞ ഒരു ഇലക്ഷനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതേസമയം 26 വരുന്ന സമയത്ത് അവിടെ ഒരു വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്. പ്രോബബ്ലി ടി പി രാമകൃഷ്ണൻ അല്ലാതെ വേറൊരാൾ അവിടെ നിൽക്കാനില്ല എന്ന് CPM ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഇലക്ഷനും കൂടിയാണത്. CPM-ൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രോബബ്ലി ഒരു അട്ടിമറി ഒക്കെ ഉണ്ടായേക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇറ്റ്സ് എ ക്ലോസ് ഫൈറ്റ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. 2016 4000 വോട്ട് എന്ന് പറയുന്നത് CPM-ൻ്റെ ഉള്ളിലുള്ള പ്രശ്നം കൊണ്ട് ഉണ്ടായതാണ്. 22 ഇത് രണ്ടിൻ്റെയും ഇടയിലാണ് യഥാർത്ഥത്തിലുള്ള അവിടുത്തെ ഒരു വോട്ട്. ഫാത്തിമ തെഹ്ലിയൻ്റെ ഒരു പ്രസൻസ്, ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരുന്നുണ്ട് ആളുകളുടെ ഇടയിൽ. യങ് ആയിട്ടുള്ള ഒരു ലേഡി കാൻഡിഡേറ്റ് ഓടി നടന്ന് നല്ല രീതിയിൽ ക്യാമ്പയിൻ നടത്തുന്നു. അതിൻ്റെ ആ ക്യാമ്പയിനോട് പിടിച്ച് നിൽക്കാൻ ടി പി രാമകൃഷ്ണന് പറ്റുന്നില്ല. പക്ഷേ ടി പി രാമകൃഷ്ണനെ നമുക്കങ്ങനെ തള്ളിപ്പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ഒന്നല്ല. ഹീസ് എന്താണ് പറയുക, പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളും വഹിച്ച് ജില്ലാ സെക്രട്ടറി വരെ ആയ പിന്നെ ഒരാളാണ്. അപ്പം ആ അർത്ഥത്തിൽ ഈ സ്ട്രോങ്. ബട്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു അട്ടിമറിയൊക്കെ ഉണ്ടായേക്കാന്നാണ് തോന്നുന്നത്. ഇല്ലേ, പിന്നെ CPM ഭയങ്കരമായിട്ട് ബാക്ക് ഫുട്ടിലായിരുന്നു കോഴിക്കോടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഇതിനെ മാറ്റിമറിക്കുന്ന ഒരു 2 മീറ്റിങ്ങുകൾ കോഴിക്കോട് നടന്നിട്ടുണ്ട്. ഒന്ന് പുറമേരിയിൽ പിണറായി വിജയൻ പങ്കെടുത്ത സമ്മേളനം, പിന്നെ കോഴിക്കോട് നടന്ന മീറ്റിംഗ്. ഈ 2 മീറ്റിങ്ങുകളും ഏതെങ്കിലും രൂപത്തിൽ കോഴിക്കോട് തൻ്റെ റിസൾട്ടിനെ മാറ്റിമറിക്കുമോ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. CPM ബാക്ക് ഫുട്ടിലാണെന്നുള്ളത് കോഴിക്കോട് CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ൻ്റെ നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു ഇലക്ഷൻ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോഴിക്കോടിൻ്റെ റിസൾട്ട് ഇലക്ഷനെ ബാധിക്കും, അല്ലെങ്കിൽ ടോട്ടൽ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോഴിക്കോടിൻ്റെ റിസൾട്ടും അതേപോലെ തന്നെ കൊല്ലത്തിൻ്റെ റിസൾട്ടുമാണ് ഈ വർഷത്തെ 2026 ആര് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കോഴിക്കോട് നിലവിൽ ഇപ്പം UDF-ൻ്റെ കയ്യിലുള്ളത് ഒന്ന് വടകരയും ഒന്ന് കൊടുവള്ളിയാണ്. ഞാൻ വിചാരിക്കുന്നത് അത് ഒരു 5 മുതൽ 7 സീറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് UDF-ൻ്റെ കേരള വിക്ടറി ആയിട്ട് അതിനെ കാണാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെയാണ് കൊല്ലത്തിൻ്റെ റിസൾട്ടും. കൊല്ലവും UDF ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ല റിസൾട്ടായിരിക്കും എന്നാണ്. കാരണം ലോക്കൽ ബോഡി എലക്ഷൻ
UDFനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടത്തെ റിസൾട്ട് കുറ്റബോധം ഉണ്ടാക്കുകയും അതേസമയം UDFന് കോൺഫിഡൻസ് നൽകുകയും ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ടും മലപ്പുറത്തെ ആൾക്കാർ ഉറ്റുനോക്കുന്ന 1-2 മണ്ഡലങ്ങളുണ്ട്. ഒന്ന് ജലീലിൻ്റെ മണ്ഡലം, രണ്ടാമത് പിന്നെ താനൂർ. എന്താണ് ഈ 2 മണ്ഡലങ്ങൾ സംസാരിക്കുക? താനൂർ ഒരു മത്സരമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേസമയം മിനിസ്റ്റർ അബ്ദുറഹ്മാൻ തിരൂരിലേക്ക് മാറിയതുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു ഓളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഐ തിങ്ക് തിരൂരിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം വെച്ചിട്ടും ഈ ഒരു ആൻറ്റി ഇൻകംബൻസി വെച്ചിട്ടും തിരൂരിൽ അബ്ദുറഹ്മാൻ ജയിച്ചു പോകാറിൽ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ പിന്നെ തവനൂരും ഒരു പക്ഷേ KT ജലീൽ മനസ്സില്ലാ മനസ്സോടെ പിന്നെ കോൺഗ്രസ്സിന് ഇറങ്ങിയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അപ്പോൾ അതൊക്കെ ആളുകളുടെ മനസ്സിൽ സ്വാധീനിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ ഇന്നെ നിർബന്ധിക്കുക എന്ന് പറയുന്ന കാര്യമൊന്നും ആളുകൾ എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു ജനറേഷനാവുന്ന അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഓൾറെഡി ജലീൽ റെഡി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിത്രം മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം യങ് വോട്ടേഴ്സ് ഒരു പക്ഷേ ഇപ്രാവശ്യം ജലീലിനെതിരായി പോകും. പക്ഷേ ജലീലിനെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ജലീൽ ഇതുവരെ തോൽക്കാത്ത നിന്ന് എല്ലാ സ്ഥലത്തും ജയിച്ച ഒരാളാണ്. കഴിഞ്ഞ തവണ മാർജിൻ എന്ന് പറയുന്നത് വളരെ തിൻ മാർജിനാണ്, 3000+. ഇത് കുറേ സമയം അങ്ങനെ ഒരു സമയത്ത് പോലും മുകളിലേക്ക് കയറാതെ ആ ഒരു തിൻ മാർജിനിലുള്ളതാണ്. ഇപ്രാവശ്യത്തെ ഒരു ആൻറ്റി ഇൻകംബൻസി ജലീലിനെ ഒരു പക്ഷേ ജലീലിന് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ആൾക്കാർ ഉറ്റുനോക്കുന്ന മറ്റൊരു മണ്ഡലം പൊന്നാനിയാണ്. UDF തിരിച്ചു പിടിക്കുമെന്ന് എല്ലാവരും ആലോചിക്കുന്നൊരു മണ്ഡലം. വേവ് വരികയാണെന്നുണ്ടെങ്കിൽ UDFന് അനുകൂലമാവാൻ ചാൻസ് ഉണ്ട്. 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, CPMന് പൊന്നാനിയിൽ ഇൻറ്റേർണലി റിസ്ക് ഉണ്ട്. സക്കീറിനെ പോലത്തെ ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നത് CPMൻ്റെ ഉള്ളിലൊരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നന്ദകുമാർ ഫസ്റ്റ് ടൈമായിട്ട് വന്നാൽ നന്ദകുമാറിന് ഒരു ചാൻസും കൂടെയൊക്കെ കൊടുക്കാമായിരുന്നില്ലേ എന്നുള്ളത്. എനിക്ക് അയാൾക്ക് പിന്നെ നന്ദകുമാറിന് ഒരു ചാൻസും കൂടിയും കൊടുക്കാമായിരുന്നില്ല എന്നാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഐ ഡോണ്ട് നോ, അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ സക്കീർ അവിടെ വരുന്നത് ഒരു പക്ഷേ അത് പാർട്ടിക്കാർക്ക് പോലും അതൊരു അക്സെപ്റ്റബിൾ കാൻഡിഡേറ്റ് ആവും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. നൗഷാദ് അലി നല്ല സ്ഥാനാർത്ഥിയാണ്. നൗഷാദ് അലി ഈസ് എ ഗുഡ് കാൻഡിഡേറ്റ് എന്നുള്ളതും എനിക്ക് തോന്നുന്നു. അപ്പം ഒരു പക്ഷേ മലപ്പുറം അതൊന്നും ഒരു പിന്നെ എനിക്കതിൽ തോന്നുന്നൊരു ഇപ്രാവശ്യം ഒരു പക്ഷേ മങ്കട റിസ്ക് ആവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മങ്കട പിന്നെ അലിക്കെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഒരു MLA എന്നുള്ള അർത്ഥത്തിൽ അലിക്കെതിരെ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അലി ഒരു പക്ഷേ ജയിച്ചു പോരുമായിരിക്കും. ബട്ട് ആദ്യം ജയിച്ചു പോരുന്നൊരു വിഭാഗത്തിൽ ഒരു പക്ഷേ അലി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ് വിൽ ബി വെരി 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 ക്ലോസ് ഫൈറ്റ്. ഈ പറഞ്ഞ തവനൂർ, താനൂർ, പൊന്നാനി, മങ്കട ഇതൊക്കെ ഒഴിച്ചിട്ട് ബാക്കി എൻ്റെ മലപ്പുറത്തെ ബാക്കി 12 സീറ്റുകൾ, 10ൽ കൂടുതൽ സീറ്റുകൾ ലീഗിന് വാക്ക് ഓവറാണെന്നാണോ? ലീഗിനും കോൺഗ്രസിനും കൂടി വാക്ക് ഓവറാണ്. കാരണം നിലമ്പൂരും പിന്നെ വണ്ടൂരും എനിക്കതിലുള്ള എൻ്റെ ഒരു പോയിൻ്റ്, CPM ഇപ്രാവശ്യം മലപ്പുറം വിട്ടുകൊടുത്ത പോലത്തെ ഒരു ബിഹേവിയറാണ് CPM കാണിച്ചത്. CPM കുറേയും കൂടിയൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു എന്നുള്ളൊരു ശ്രദ്ധിച്ചിട്ട് കുറേയും കൂടിയൊക്കെ കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യണമായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം നിലമ്പൂർ CPMൻ്റെ ഒരു കാൻഡിഡേറ്റൊക്കെ വരികയായിരുന്നെങ്കിൽ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവുമായിരുന്നു. ഷറഫ് അലി വരുന്നതോട് കൂടിയിട്ട് അവിടെ ഒരു ഫൈറ്റേ ഇല്ലാതായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തോടെ മുമ്പുണ്ട് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സെറ്റിൽ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞ തവണത്തെ പോലത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കുറേയും കൂടി ഈസി ആയിട്ട് അത് ആ സീറ്റ് നിലനിർത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ വണ്ടൂർ ഈസ് ഒബ്വിയസ്ലി ഒരു പ്രശ്നമുള്ള ഒരു മണ്ഡലമല്ല. മഞ്ചേരി ഒരു പക്ഷേ മഞ്ചേരി ഒരു CPMൻ്റെ കാൻഡിഡേറ്റ് വരികയാണെങ്കിൽ കുറേയും കൂടി നല്ല ഫൈറ്റ് ഒക്കെ ഉണ്ടാവുമെന്നാണ്. അപ്പോൾ നമ്മൾ അടുത്തത് പാലക്കാടാണ്. കാരണം പൊതുവേ കേരളത്തിലെ വൺ ഓഫ് ദ അതായത് CPMനെ എപ്പോഴും സഹായിച്ചിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് പാലക്കാട്. എന്തായിരിക്കും പാലക്കാടത്തെ? കാരണം പാലക്കാടത്തെ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇതുള്ളത് പാലക്കാടിൻ്റെ ഹൃദയഭാഗത്തുള്ള പാലക്കാട് മണ്ഡലമാണ്. എന്താണ് പാലക്കാട് സംഭവം?
പാലക്കാട് ഞാൻ വിചാരിക്കുന്നത് അവിടെ രമേശ് പിഷാരടി ഒരു കംഫർട്ടബിളായിട്ട് ജയിച്ചു പോരുന്നു. കംഫർട്ടബിളാന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ആൾക്കാർ ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ തവണ അവിടുത്തെ ഒരു മുസ്ലിം വോട്ടിംഗ് ബിഹേവിയർ ആ ഒരു പാറ്റേൺ ഇപ്രാവശ്യം ആവർത്തിക്കുക എന്നുള്ളതാണ്. NMR റസാക്ക് എത്ര മുസ്ലിം വോട്ടിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ വിചാരിക്കുന്നില്ല. മുസ്ലിങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയറിനെയും അവരുടെ ഒരു പൊളിറ്റിക്കൽ സെൻസിനെയും കൃത്യമായി മനസ്സിലാക്കുന്നിടത്ത് പൊളിറ്റിക്കൽ പാർട്ടികൾ ഇപ്പോഴും പരാജയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു എൻ ബ്ലോക്കായിട്ട് ഉള്ളൊരു വോട്ടിംഗ് തന്നെയാണ് വരിക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരു 5000ൻ്റെ മുകളിൽ എന്നാൽ ഒരു 8000ൻ്റെ ഇടയിലായിട്ട് രമേശ് പിഷാരടി അവിടെ നിന്ന് ജയിച്ചു പോരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനീഷ്യലി ഉണ്ടായിരുന്ന ആ ഒരു ശോഭാ സുരേന്ദ്രൻ്റെ പ്രഭാവം ഇപ്പം കാണാനില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നുള്ളൊരു മണ്ഡലം ബാക്കി ഒട്ടുമിക്ക പ്രമുഖ മണ്ഡലങ്ങൾ CPM അനുകൂല മണ്ഡലങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ അവിടെയുള്ള പാർട്ടിക്ക് CPIക്ക് പാലക്കാടുള്ളൊരു മണ്ഡലമാണ് പട്ടാമ്പി. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടുവരാണ് മുഹമ്മദ് മോഹസിൻ. ഇപ്രാവശ്യം കോൺഗ്രസ്സിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസ് റിയാസ് മുക്കോളി അവിടെ കഴിഞ്ഞ 5 വർഷം താമസിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി വന്നപ്പോഴത്തേക്കും TP ഷാജിയാണ് ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥാനാർത്ഥി. ഒരു ടൈറ്റ് മത്സരം നടക്കുന്നു. കാരണം പല ഫാക്ടേഴ്സ് TP ഷാജിയുടെ ലോക്കലി ബെനിഫിറ്റ് ആവുന്ന തരത്തിലുള്ള പല ഫാക്ടേഴ്സ് ആൾക്കാരും പറയുന്നുണ്ട്. ഒന്ന്, ഓൾറെഡി പട്ടാമ്പി മുനിസിപ്പാലിറ്റി ചെയർമാനാണ്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇലക്ഷൻ എഞ്ചിനീയറിങ് കൃത്യമായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. ഓൺ ദ അതർ ഹാൻഡ് മോഹസിൻ കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി LDF കേന്ദ്രത്തിൽ അദ്ദേഹം നല്ലപോലെ പ്രവർത്തിച്ചു എന്നുള്ളൊരിതുണ്ട്. സ്വാഭാവികമായും UDF ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ആരോപണങ്ങളുണ്ട്. എന്തായിരിക്കും പട്ടാമ്പിയിൽ സംഭവിക്കുക? പട്ടാമ്പി ഒരു ഇൻട്രസ്റ്റിംഗ് ഫൈറ്റാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൽ കഴിഞ്ഞ വർഷം മോഹസിന് ഭൂരിപക്ഷം കൂട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു കാരണം TP ഷാജിയും കൂടിയാണ്. TP ഷാജിൻ്റെ സംഘടനയും കൂടിയും ചേർന്നിട്ടാണ് അതിൻ്റെ മുന്നത്തെ തവണ പട്ടാമ്പി ഭരിക്കുന്നത്. അത് TP ഷാജി കോൺഗ്രസ്സിലേക്ക് മടങ്ങി വരുന്നു. കോൺഗ്രസ് പട്ടാമ്പി മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് TP ഷാജി ഈസ് വെരി ഇൻഫ്ലുവൻഷ്യൽ. റിയാസ് മുക്കോളി ഐ ഫീൽ സോറി ഫോർ ഹിം, ബട്ട് TP ഷാജി തന്നെയാണ് അവിടെ നല്ലൊരു കാൻഡിഡേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് TP ഷാജി വരുന്നത് എന്തുകൊണ്ടും മത്സരം ടൈറ്റൻ ചെയ്യുന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നൊരു കാര്യം. അപ്പം ഒരു പക്ഷേ പിന്നെ പട്ടാമ്പിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പട്ടാമ്പി ഒരു UDF അനുകൂല മണ്ഡലമാണ് ആക്ച്വലി. അവിടെ 2016 JNUവിലുള്ള ആ ഒരു പ്രഭാവവും ബാക്കിയൊക്കെ വെച്ചുകൊണ്ടാണ് മോഹസിൻ അവിടെ വരുന്നത്. മോഹസിൻ അത്യാവശ്യമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഐ തിങ്ക് മോഹസിന് LDFൻ്റെ ഉള്ളിൽ ഇൻറ്റേർണലി ചില കോൺഫ്ലിക്റ്റുകളൊക്കെ ഉള്ളതായിട്ട് ഉള്ള ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം CPIയിൽ മോഹസിൻ അത്ര വെൽക്കമിങ് ആയ ഒരു പൊസിഷനിൽ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം CPIക്ക് അവിടെ അങ്ങനെ വലിയ വോട്ടൊന്നുമില്ല. പക്ഷേ അത് ഒരു പക്ഷേ കോൺഗ്രസ് തിരിച്ചു പിടിച്ചേക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം ഒന്നും നോക്കണ്ട, പക്ഷേ കോൺഗ്രസ് അത് തിരിച്ചു പിടിച്ചേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പാലക്കാടുള്ളത് ചിറ്റൂർ, കോങ്ങാട്, നെന്മാറ, മലമ്പുഴ, തൃത്താല ഇതൊക്കെയാണ്. തൃത്താല എന്തായിരിക്കും റിസൾട്ട്? തൃത്താല ഒരു ഭയങ്കര രസമുള്ളൊരു ഫൈറ്റായിരിക്കും. തൃത്താല ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു സൈലൻറ്റ് വേവിൽ രാജേഷിന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം രാജേഷ് നോക്കിയിട്ടുണ്ട്. പക്ഷേ പാറ്റേണൊക്കെ എനിക്ക് തോന്നുന്നു ലോക്കൽ ബോഡീൻ്റെയും ബാക്കിയൊക്കെ ആ ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്യാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് തൃത്താല. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം 3000 വോട്ടിനാണ് രാജേഷ് ജയിച്ചത്. എനിക്ക് തോന്നുന്നത് നേരെ തിരിച്ച് ഒരു 5000-6000ൻ്റെ ഒക്കെ ഇടയിൽ പിന്നെ ബൽറാം ജയിച്ചു പോരാൻ ചാൻസ് ഉണ്ട് എന്നാണ്. ബാക്കി മണ്ഡലങ്ങൾ ഇടതുപക്ഷം. ചിറ്റൂർ എനിക്ക് തോന്നുന്നു സുമേഷ് അച്യുതൻ ജയിക്കാൻ സാധ്യതയുണ്ട്. അത് കൃഷ്ണൻകുട്ടി ജയിക്കുന്നതിൻ്റെ മുമ്പ് സുമേഷ് അച്യുതൻ്റെ അച്യുതൻ ജയിച്ച മണ്ഡലമായിരുന്നു. പിന്നെ പുള്ളി അത് മകന് കൊടുത്തു എന്നുള്ളതും പിന്നെ ആ ഒരു LDFൻ്റെ ട്രെൻഡിലുമാണ് പിന്നെ എനിക്ക് തോന്നുന്നത്
കഴിഞ്ഞ 2 തവണ. കൃഷ്ണൻകുട്ടി അവിടുത്തെ നല്ലൊരു കാൻഡിഡേറ്റുമാണ് ആയിരുന്നു. പക്ഷേ ഇപ്പം കൃഷ്ണൻകുട്ടി മാറി കൊടുക്കുന്നു. സുമേഷ് അവിടെ നിന്ന് പണിയെടുക്കുന്നു. സുമേഷ് അവിടുത്തെ ചിറ്റൂർ മുനിസിപ്പൽ ചെയർമാനാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു പക്ഷേ ചിറ്റൂർ സുമേഷ് അച്യുതൻ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് തോന്നുന്നു. പിന്നുള്ളത് മണ്ണാർക്കാട് ശംസുദ്ദീൻ വരുന്നതിൻ്റെ മുമ്പ് ഒരു വർഷം CPIയും അടുത്ത വർഷം ലീഗും ജയിച്ചിരുന്ന മണ്ഡലമാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു സമുദായ നേതാവ് വെല്ലുവിളിച്ചതിന് ശേഷം പിന്നെ അത് ശംസുദ്ദീന് ശംസുദ്ദീനെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഷംസുദ്ദീന് 4ാമത്തെ തവണയാണ് അവിടെ മത്സരിക്കുന്നത്. ഐ തിങ്ക് അതൊരു മനസ്സിൽ അബൂബക്കർ ശംസുദ്ദീൻ ഒരു ചലഞ്ചല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഷൊർണൂരൊന്നും പിന്നെ മത്സരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ള മണ്ഡലങ്ങൾ പിന്നെ അവിടെ രസമുള്ളൊരു പിന്നെ നമുക്ക് കാണാൻ ആഗ്രഹമുള്ളൊരു മണ്ഡലം ഒറ്റപ്പാലാണ്. ഐ തിങ്ക് ഒറ്റപ്പാലത്ത് ഒന്നും പ്രത്യേകിച്ച് PK ശശിക്ക് ചെയ്യാനുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത്രയും മണ്ഡലങ്ങളാണ് ഒരു പക്ഷേ UDFിലേക്ക് പോകാൻ ചാൻസ് ഉള്ള മണ്ഡലം. മലമ്പുഴ സുരേഷ് വരുന്നതിലൂടെ ഒരു മെസ്സേജ് UDF ആ ഒരു മെസ്സേജ് കൃത്യമായിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ മലമ്പുഴ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ LDFന് എപ്പോഴും VSന് പോലും പിന്നെ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ട് മത്സരിച്ച് വലിയ ഭൂരിപക്ഷം കൊടുത്ത മണ്ഡലമാണ്. അപ്പം മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഒരിക്കലും വേറെ ആരും അവിടെ വിജയിച്ചിട്ടില്ല. അവിടെ നോക്കുന്നതിൽ അങ്ങനെ ഒരു ചാൻസ് ഇപ്പോൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു ബാറ്റിൽ ഗ്രൗണ്ട് ഇതാണ് തൃശ്ശൂർ. എന്താണ് തൃശ്ശൂരിനെ പറ്റി? തൃശ്ശൂർ ജില്ല പൊതുവെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 2 ടേമായിട്ട് LDFന് അനുകൂലമായിട്ട് വിധി എഴുതിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെ ഒരു വിധിയെഴുത്ത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് LDFൻ്റെ വളരെ ചിട്ടയായിട്ടുള്ള വർക്ക് തൃശ്ശൂർ നടന്നിട്ടുണ്ട്. ഒപ്പം UDFൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണലി കോൺഗ്രസ് ശിഥിലമായ യഥാർത്ഥത്തിലൊരു DCC പോലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത ഒരു ജില്ലയാണ് തൃശ്ശൂർ. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പ്രോബ്ലി ലോക്സഭയിലുള്ള ഷോക്കിന് ശേഷം കോൺഗ്രസ് അത് റിക്കവർ ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ അവർ തിരിച്ചു പിടിച്ചു. പിന്നെ എന്നാലും മുമ്പത്തേനെ അപേക്ഷിച്ച് ചെറിയ രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റൊക്കെ ലോക്കൽ ബോഡി ഇലക്ഷനിലുണ്ടായ ഒരു ജില്ലയാണ് തൃശ്ശൂർ. അപ്പം അതുപോലത്തെ ഒരു റിസൾട്ട് തന്നെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്താൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് തൃശ്ശൂരിനെ സ്പെസിഫിക്കലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ രാജമ്പല്ലൻ പിന്നെ UDF കാൻഡിഡേറ്റ് ജയിച്ചു വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. പത്മജ അത്ര ഇമ്പ്രസീവ് ആയിരിക്കില്ല തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇപ്പം പല പ്രീപോളിലൊക്കെ പത്മജ പെർഫോം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ വിചാരിക്കുന്നില്ല അവിടെ അങ്ങനെ ഒരു ഭയങ്കര ക്ലോസ് ഫൈറ്റ് നടക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആലങ്കോട് ലീലാകൃഷ്ണൻ വന്നപ്പം ഭയങ്കര ഇതായിരുന്നു, ഒരു ഹൈപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ ഹൈപ്പൊക്കെ പോയി എന്നാണോ പറയുന്നത്? ഹൈപ്പൊക്കെ പോയിട്ടുണ്ട് വളരെ വൃത്തിയായിട്ട്. അങ്ങനെ ആലങ്കോട് ലീലാകൃഷ്ണൻ വളരെ ബാക്കിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തൃശ്ശൂർ മറ്റൊരു മണ്ഡലമാണ്. രവീന്ദ്രനാഥും പിന്നെ പ്രതാപനും മത്സരിക്കുന്ന മണലൂർ. അവിടെ എന്തായിരിക്കും റിസൾട്ട്? അവിടെ ടൈറ്റായിട്ടുള്ള മത്സരമാണ്. ഐ തിങ്ക് പിന്നെ പ്രതാപൻ ഒരു ജയിച്ചു വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പ്രതാപൻ നാട്ടിൽ നിന്നാണ് മണലൂരേക്ക് പോകുന്നത്. പ്രതാപൻ ഒരു തീരദേശ പ്രദേശത്തെ ഒരു രാഷ്ട്രീയ നേതാവ്, അവിടെ ഒരുപാട് പ്രവർത്തിച്ച ആളാണ്. അവിടെ നിന്നാണ് പുള്ളി മണലൂരേക്ക് പോകുന്നത്. അതേപോലെ തന്നെയാണ് രവീന്ദ്രനാഥ് പിന്നെ പുതുക്കാട് നിന്നാണ് എന്ത് ചെയ്യുന്നത്, കഴിഞ്ഞ വർഷം മത്സരിച്ചിട്ടില്ല, തിരിച്ചു വരുന്നത്. അപ്പം അത് ഒരു പക്ഷേ പ്രതാപന് അവിടെ ലോക്സഭയിലേക്ക് മത്സരിച്ചുള്ള ഒരു എക്സ്പീരിയൻസും കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് രണ്ടും ഈ ഒരു സ്വഭാവം കൂടി വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ പ്രതാപൻ മണലൂരിൽ നിന്ന് കംഫർട്ടബിളായിട്ട് വിജയിച്ചു വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ കേരളം നോക്കുന്ന മറ്റൊരു സീറ്റ് കൊടുങ്ങല്ലൂരാണ്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അവിടെ മത്സരിക്കുന്നത്. ജനീഷിന് അവിടെ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തൃശ്ശൂരിനോട് അടുത്ത് കിടക്കുന്ന എറണാകുളം കേരളത്തിലെ വലിയൊരു ജില്ലയാണ്. എറണാകുളത്ത് പൊതുവായിട്ട് എന്തായിരിക്കും സംസാരിക്കുന്നത്? എറണാകുളത്ത് പൊതുവായിട്ട് എറണാകുളം UDFന് അനുകൂലമായിട്ട് ചിന്തിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മണ്ഡലം പിന്നെ വൈപ്പിൻ
വൈപ്പിൽ UDF ടോണി ചെമ്മണി ജയിച്ചു വരുമോ എന്നുള്ളത് ഒരു രസകരമായിട്ടുള്ളൊരു ഫൈറ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു ഫൈറ്റ് നടക്കുന്നത് കോതമംഗലം UDF തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് ഉള്ളത്. എനിക്കൊന്ന് കോതമംഗലം UDFന് അനുകൂലമായിട്ട് വിധി എഴുതാൻ ചാൻസ് ഉണ്ട്. വൈപ്പിൻ്റെ കാര്യത്തിൽ വൈപ്പിലൊരു ക്ലോസ് ടൈറ്റ് ഫൈറ്റ് നടക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മന്ത്രി മത്സരിക്കുന്ന മണ്ഡലമാണ് കളമശ്ശേരി. അവിടെ എന്തായിരിക്കും? കളമശ്ശേരി ഫൈനലി രാജീവ് വിജയിച്ചു പോരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. ഇടുക്കിയിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന് ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ഈ ഇലക്ഷനിലെ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്സെറ്റ് ഒരു പക്ഷേ റോഷിക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയുള്ള ഉടുമ്പൻചോല ദേവികുളം ഉടുമ്പൻചോല എനിക്ക് തോന്നുന്നു അവരുടെ പഴയ ജില്ലാ സെക്രട്ടറി ജയചന്ദ്രൻ ആണല്ലോ മത്സരിക്കുന്നത്. അത് പുള്ളിക്കത് പിന്നെ അത് വലിയൊരു പ്രശ്നം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ. പിന്നെ അതിനുശേഷം നമ്മൾ ആലപ്പുഴയിലേക്ക് വരുവാണെങ്കിൽ ഏതാണ്ട് 9ഓളം സീറ്റുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം LDFന് ഏറ്റവും കൂടുതൽ വിജയം സമ്മാനിച്ച് ഹരിപ്പാട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും വിജയിപ്പിച്ച ഡിസ്ട്രിക്റ്റാണ്. എന്നാണ് ആലപ്പുഴയെ പറ്റിയുള്ളത്? ജി സുധാകരൻ മത്സരത്തിലേക്ക് വന്നതോട് കൂടിയിട്ട് ആലപ്പുഴ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ജില്ലയായിട്ട് മാറിയിട്ടുണ്ട്. LDFന് മെജോറിറ്റി ഉള്ള ഒരു ജില്ലയാണ്. അമ്പലപ്പുഴ ഇപ്രാവശ്യം ജി സുധാകരൻ വിജയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ അരൂരും പിന്നെ UDF ഒരു പക്ഷേ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. പിന്നെ രമേശ് ചെന്നിത്തല എന്തായാലും വിജയിച്ചു വരികയും ചെയ്യും. ഈ 3 മണ്ഡലങ്ങളും പിന്നെ എന്തായാലും വിജയിക്കും. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ അതുപോലെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു മണ്ഡലമാണ് കായംകുളം മണ്ഡലം. കായംകുളം ഒരു പക്ഷേ അവിടെ ഈ പ്രതിഭ വിജയിച്ചു വരുന്നത് അല്ലെങ്കിൽ പ്രതിഭക്ക് സീറ്റ് കൊടുക്കുന്ന പോലും ഒരു 2 വർഷം മുമ്പ് നമുക്ക് വിചാരിക്കാനേ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അവർക്ക് അവിടെ CPMന് വേറൊരു കാൻഡിഡേറ്റ് ഇല്ല, അല്ലെങ്കിൽ വേറൊരാൾ എല്ലാവരും എല്ലാ ഏരിയയിലും CPMനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചുള്ളൊരു കാൻഡിഡേറ്റാണ് പ്രതിഭ. കാരണം CPMൽ തന്നെ പ്രശ്നങ്ങളുണ്ട്, CPMൻ്റെ പാർട്ടിയായിട്ട് പ്രശ്നങ്ങളുണ്ട്, SFI ആയിട്ട് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു കാൻഡിഡേറ്റാണ്. പക്ഷേ അവർക്ക് തന്നെ CPM സീറ്റ് കൊടുക്കുന്നു, പിന്നെ M ലിജു വരുന്നു. അപ്പോൾ അതും ഒരു പക്ഷേ ഒരു ക്ലോസ് ഫൈറ്റിന് ചാൻസ് ഉള്ള ഒരു മണ്ഡലമാണ്. കായംകുളത്തിന് എനിക്ക് പറയാനുള്ളത്, കായംകുളത്തിൻ്റെ ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ താങ്കൾ നേരത്തെ പറഞ്ഞില്ല, ഡിലിമിറ്റേഷൻ വന്നപ്പോഴത്തേക്കും CPIന് വിജയിക്കാൻ പറ്റിയ മണ്ഡലങ്ങളായിട്ട് ഉണ്ടാക്കിയ മണ്ഡലങ്ങളൊന്നാണ് കായംകുളം. സ്വാഭാവികമായിട്ടും അവിടുത്തെ മൊത്തം പഞ്ചായത്ത് റിസൾട്ടുകളും ബാക്കിയുള്ള മൊത്തം കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ എക്സെപ്റ്റ് ലാസ്റ്റ് 24 ലോക്സഭ റിസൾട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ CPMന് അനുകൂലമായിട്ട് ഈ ഡിലിമിറ്റേഷന് ശേഷം വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചിരുന്ന സാധനമാണ്. പക്ഷേ ഇപ്രാവശ്യം ക്ലോസ് കോൺടെക്സ്റ്റ് ഉണ്ട്. കാരണം ലിജു മത്സരിക്കുന്നത് ഒരു സഹതാപ റിക്വസ്റ്റിൻ്റെ ലിജു 4ാമത്തെ തവണയാണ് എന്നുള്ള രീതിയിലൊക്കെ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലോസ് കോൺടെസ്റ്റ് ഉണ്ട്. ഇപ്പോഴും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ആ ഒരു ഡീലിമിറ്റേഷൻ അതാണ്. ഇതിലൊരു വേവ് ഒക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ അല്ല, ഞാൻ പറയുന്നത് പ്രതിഭ തോൽക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് പാർട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള വോട്ട് എന്ത് ചെയ്യണം, അവിടുന്ന് പോകണം. പിന്നെ ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് കുറേയും കൂടി BJPയിലേക്കൊരു ശോഭാ സുരേന്ദ്രൻ ഒരുപാട് വോട്ട് ഉയർത്തിയ ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ ആ വോട്ടുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കോട്ടയത്ത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് കോട്ടയത്തെ പറ്റിയുള്ളൊരു വിലയിരുത്തൽ? കോട്ടയത്തെ പറ്റി കോട്ടയം ഒരു പക്ഷേ പൂഞ്ഞാർ ഒരു പക്ഷേ UDF തിരിച്ചു പിടിച്ചേക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി മണ്ഡലങ്ങൾ ഒരു വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നില്ല. ചങ്ങനാശ്ശേരിയിലൊരു ക്ലോസ് കോൺടെസ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി ഏകദേശമൊക്കെ അതുപോലെ തന്നെ ഒരു UDF അനുകൂലമായിട്ട് തന്നെ ബിഹേവ് ചെയ്യാൻ ചാൻസ് ഉള്ള മണ്ഡലമാണ്. പൂഞ്ഞാർ ഒരു പക്ഷേ ഒരു നല്ല കോൺടെസ്റ്റ് നടക്കുന്നു, UDF തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണ് പൂഞ്ഞാറെന്ന് തോന്നുന്നു. ഏറ്റുമാനൂർ ഒരു പക്ഷേ മത്സരം ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ.
അതിന് തൊട്ടടുത്തുള്ള പത്തനംതിട്ട ഒരുപാട് കോൺടെസ്റ്റുകൾ കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മണ്ഡലമാണ്. പത്തനംതിട്ട വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ് ഐ ഗസ്. പത്തനംതിട്ടയിൽ എനിക്ക് തോന്നുന്നു അടൂർ കഴിഞ്ഞ തവണ കുറഞ്ഞ വോട്ടിനാണ് UDF തോറ്റത്. പിന്നെ MG കണ്ണൻ്റെ ഒരു MG കണ്ണൻ ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു സഹതാപമൊക്കെ അവിടെ നിൽക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കംഫർട്ടബിളായിട്ടുള്ളൊരു മാർജിനിൽ അടൂർ UDF ജയിക്കാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ടയിലെ 2 മണ്ഡലങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആറന്മുളയിൽ അബിൻ വർക്കി വേഴ്സസ് വീണ ജോർജ് എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു കോണ്ടക്സ്റ്റാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവല്ലയിലെ കോണ്ടസ്റ്റും വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ശരിക്കും തിരുവല്ല എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് അറിയാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മാറ്റൂട്ടിക്ക് ഒരു പക്ഷേ കാലിടറാൻ സാധ്യതയുള്ള ഒരു കോണ്ടസ്റ്റാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ BJP വോട്ടുകൾ തിരിച്ചു വരാതെ, അല്ലെങ്കിൽ അനൂപ് ആൻ്റണി അവിടെ പിടിക്കുന്ന വോട്ടുകൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എനിക്കൊണ്ട് പത്തനംതിട്ടയിൽ പൊതുവെ BJP പിടിക്കുന്ന വോട്ടുകൾ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ആറന്മുളയും അതുപോലെ തന്നെ തിരുവല്ലയും ക്ലോസ് ആയിട്ടുള്ള മത്സരം ഉണ്ടാവുകയും അത് ഒരു വേവ് ഉണ്ടാവുകയാണെങ്കിൽ UDFന് അനുകൂലമായിട്ട് ആ മണ്ഡലങ്ങൾ ബിഹേവ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു പക്ഷേ കോന്നിയും ജനീഷ് കുമാറിനെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഒരു പക്ഷേ റാന്നിയിലൊരു പാങ്കുളം മധു അവിടെ എത്തുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ, അതായത് മുമ്പ് പറഞ്ഞ വേവ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മൊത്തം ഇലക്ഷൻ റിസൾട്ടിൻ്റെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള 2 ജില്ലകളിലൊന്ന് കൊല്ലത്ത് എന്തായിരിക്കും സംഭവിക്കുക? കൊല്ലത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന ഒത്തിരി മണ്ഡലമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിലവിൽ 2 മണ്ഡലങ്ങളാണ് UDFന് ഉള്ളത്. കരുനാഗപ്പള്ളിയും കുണ്ടറയാണ് ഉള്ളത്. അതിൻ്റെ കൂടെ UDF ഒരു 3-4 മണ്ഡലങ്ങളും കൂടി അവിടുന്ന് വിജയിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ UDFന് അധികാരത്തിലേക്ക് തിരിച്ചു വരാനും പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൊല്ലം ഒരു പക്ഷേ ബിന്ദു കൃഷ്ണ ഒരു പക്ഷേ ഒരു ചെറിയ മാർജിന് കൊല്ലത്തുനിന്ന് വിജയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ തന്നെ കൊല്ലത്തൊരു പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരം നടക്കുന്നത് കോവൂർ കുഞ്ഞുമോൻ വേഴ്സസ് ഉല്ലാസ് കോവൂരാണെന്നാണ് വിചാരിക്കുന്നത്. അത് ഒരു പക്ഷേ കുന്നത്തൂർ ഉല്ലാസ് കോവൂർ വിജയിക്കും. അത് CPM ഒരു പക്ഷേ ഉല്ലാസ് കോവൂരിന് വോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതോടുകൂടി കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടിയുടെ അവസാനം സംഭവിച്ചോളുമല്ലോ. അതേസമയം ഒരു പക്ഷേ ഗണേഷ് കുമാറും റിസ്കിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജ്യോതികുമാർ ചാമക്കാല വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫൈറ്റ് ഗണേഷ് കുമാറിന് കൊടുക്കുന്നതാണ്. ഇപ്പോഴാണ് പത്തനാപുരത്ത് ഗണേഷ് കുമാർ ട്രബിളിലാണ് എന്ന് താങ്കൾ വിചാരിക്കുന്നത്? ഗണേഷ് കുമാർ ട്രബിളിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ജ്യോതികുമാർ ചാമക്കാല കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്തത്, പിന്നെ അതിനൊരു ഫലം ഉണ്ടാവും. കുറേയും കൂടി അത് ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റീസെൻ്റ്ലി ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഗണേഷ് കുമാറിനൊരു പക്ഷേ ബാക്ക് ഫയർ ചെയ്തേക്കാം എന്നെനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ ആ മണ്ഡലം ബേസിക്കലി ഒരു ഒരു UDF അനുകൂലമായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നൊരു മണ്ഡലമാണ്. ഗണേഷ് കുമാർ പോന്നപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഒരു പേഴ്സണൽ വോട്ടായിട്ട് ഇങ്ങനെ വരികയാണ് ചെയ്തത്. അത് ഇപ്രാവശ്യം ഒരു പക്ഷേ മാറ്റം വരാനുള്ളൊരു ചാൻസ് പൊതുവെ ഞാൻ കാണുന്നുണ്ട്. കൊട്ടാരക്കരയിലുള്ളൊരു മത്സരം ബാലഗോപാലും ഐഷാപോറ്റിയും തമ്മിലുള്ളൊരു മത്സരം, അത് ഒരു പക്ഷേ അത് ബാലഗോപാൽ ജയിച്ചു പോരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരം പൊതുവെ LDFനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നൊരു ജില്ലയാണ്. എന്തായിരിക്കും തിരുവനന്തപുരത്ത് സംഭവിക്കുക? തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ആകെ കോവളം സീറ്റ് മാത്രമാണ് UDF വിജയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം പല സർപ്രൈസുകളും ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. തിരുവനന്തപുരം മണ്ഡലം ഒരു പക്ഷേ UDF വളരെ വേഗത്തിൽ തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. CP ജോണിന്
ഒരുപക്ഷെ UDF ഒരു വിജയസാധ്യതയുള്ള ഒരു സീറ്റ് എന്നുള്ള അർത്ഥത്തിൽ ആദ്യമായി കൊടുത്ത ഒരു സീറ്റും കൂടിയാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ ഒരു സമയം കൊണ്ട് പ്രചരണത്തിൽ ഒരുപാട് മുന്നിലെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ CP ജോൺ UDF വരികയാണെങ്കിൽ നല്ലൊരു മാർജിനിൽ CP ജോൺ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അരുവിക്കര ഒരുപക്ഷെ UDF തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. ടൈറ്റ് മത്സരമാണ്. നല്ല ശരത്ചന്ദ്ര പ്രസാദ് 3-ാം സ്ഥാനത്ത് പോകുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അരുവിക്കര ഒരുപക്ഷെ UDF തിരിച്ചു പിടിക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം കഴക്കൂട്ടം ഒരുപക്ഷെ ഒരു സർപ്രൈസ് ആയിരിക്കും. ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രന് കാലിടറാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അവിടെ BJP വിജയിക്കുന്നതാണോ? BJPക്ക് ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കുറച്ചും കൂടിയൊക്കെ കോൺഗ്രസ്സിന് അവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ ശ്രദ്ധിക്കാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ നിയമം ഒരു വളരെ ക്ലോസ് ഫൈറ്റിലേക്ക് വരുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ തവണ ശിവൻകുട്ടിക്കുണ്ടായ ഒരു അഡ്വാൻറ്റേജ് ഈ പ്രാവശ്യം ശിവൻകുട്ടിക്കില്ല. ഒരു വളരെ ക്ലോസ് ഫൈറ്റ് ആയിരിക്കും. ആര് ജയിക്കുകയാണെങ്കിലും ഒരു ചെറിയ മാർജിന് വിജയിച്ചു പോരുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. മുരളീധരനും റിസ്ക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മുരളീധരൻ മുമ്പ് വിജയിച്ചു വന്ന മണ്ഡലമാണ്. 2011-ലും 2016-ലും വിജയിച്ചു വന്ന മണ്ഡലമാണ്. ആൻഡ് മുരളീധരൻ അവിടെ വളരെ എന്താ പറയുക, ഗ്രാസ് റൂട്ട് ലെവലിൽ പിന്നെ ബന്ധങ്ങളുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയുള്ള കുറേ ബന്ധങ്ങളുണ്ട്. പ്രശാന്തും ഒരു നല്ല കാൻഡിഡേറ്റാണ്. അതും വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫൈറ്റ് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു UDF വേവൊക്കെ വരികയാണെങ്കിൽ മുരളീധരൻ ഒരു രക്ഷപ്പെടും എന്നൊക്കെയുള്ള രീതിയിൽ പറയാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കോവളം, അരുവിക്കര, തിരുവനന്തപുരം എന്തായാലും UDF വിജയിച്ചു വരാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. അതേസമയം നെയ്യാറ്റിൻകര ഒരു പക്ഷേ UDF ഒരു വേവ് ഉണ്ടെങ്കിൽ വിജയിച്ചു വന്നേക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി മണ്ഡലങ്ങളൊന്നും ഞാൻ ആ അർത്ഥത്തിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ നേമത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്യാൻ പറ്റുമോ? നേമത്ത് ശിവൻകുട്ടി എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് കഴിഞ്ഞ തവണ ശിവൻകുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, അത്ര വോട്ട് ഒരു പക്ഷേ ശിവൻകുട്ടിക്ക് സമാഹരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് പല കാരണങ്ങൾ. ശിവൻകുട്ടി ആസ് എ മിനിസ്റ്റർ നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളാണ്. ഒരു MLA എന്നുള്ള അർത്ഥത്തിലും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളാണ്. പക്ഷേ നിയമത്തേക്ക് വരുന്ന സമയത്ത് അത് ഒരു പക്ഷേ വോട്ടിങ്ങിൽ ഒരു പക്ഷേ അത് റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. BJPക്ക് നല്ല വോട്ടുള്ള ഒരു മണ്ഡലമാണ് നിയമം. അതോടൊപ്പം തന്നെ ശബരിനാഥ് പിടിക്കുന്ന വോട്ടുകളും അവിടെ ക്രൂഷ്യലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനതൊരു പ്രവചനാതീതമായൊരു മണ്ഡലമാണ് നിയമം എന്ന് പറയുന്നത്. ആളുകളൊക്കെ BJPക്ക് ചാൻസസ് കൂടുതലാണ് എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു മണ്ഡലമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, ഇതിലിപ്പം പറഞ്ഞതിനകത്ത് CP ജോൺ കേരളത്തിൽ UDF-ആയിട്ട് പ്രത്യേകിച്ച് MVR മരണത്തിന് ശേഷം പൊതുവേ ഈ സഖ്യകക്ഷികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ നേതാവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പതുക്കെ ഇല്ലാണ്ടാവുക എന്നുള്ളതാണൊരു ഇത്. CP ജോണിൻ്റെത് അങ്ങനെ ആയിരുന്നില്ല. CP ജോൺ UDF-നോടൊപ്പം എല്ലാ കാലത്തും ഉറച്ചു നിന്ന ഒരാളാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയുഗ യാത്രയിലൊക്കെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്ന ഒരാളാണ്. UDF-ൻ്റെ ഒരു ബുദ്ധി കേന്ദ്രം എന്നൊക്കെ ആൾക്കാർ വിശേഷിപ്പിക്കുന്ന ആളാണ്. എന്തായിരിക്കും CP ജോൺ വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ? നോക്കൂ, തിരുവനന്തപുരം മണ്ഡലത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റാണ് CP ജോൺ. CP ജോണിൻ്റെ ഒപ്പോസിഷനിൽ മത്സരിക്കുന്ന 2 പേർക്കും അവിടെ ഒരു പക്ഷേ അവർ കരമന ജയനും സുധീർ കരമനയാണ്.
പക്ഷേ അതിനേക്കാൾ ഒരു പ്രസൻറ്റബിൾ ആയിട്ടുള്ള നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധമായി UDF വിജയിച്ച് വരേണ്ടയും നിയമസഭയിലെത്തേണ്ടയും ചെയ്യേണ്ട ഒരാൾ എന്നുള്ളൊരു ഇമേജും കൂടി CP ജോൺ ഒരു പക്ഷേ തിരുവനന്തപുരത്ത് ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻ്റണി രാജുവിനുണ്ടായ ഒരു ആൻറ്റി ഇൻകംബൻസിയും ഒരു പക്ഷേ CP ജോണിന് ഹെൽപ്പ് ചെയ്യും. ഫൈനലി എനിക്ക് CP ജോണിന് തിരുവനന്തപുരം കൊടുത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു തീരുമാനമാണ്. കാരണം CP ജോൺ സാധാരണ മത്സരിക്കാറുള്ളത് ഒരു വിജയസാധ്യത ഇല്ലാത്ത കുന്നംകുളം പോലെയുള്ള ഒക്കെ മണ്ഡലത്തിൽ പോയിട്ട് മത്സരിച്ച് തോൽക്കാൻ വിധിക്കപ്പെട്ട ഒരാളായിരുന്നു. അങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ട ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള UDF പല അർത്ഥത്തിലും ഇൻ്റലക്ച്വലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പക്ഷേ UDF അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു മിനിസ്ട്രിയിൽ ഒരു നല്ല അർത്ഥത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടാണ് എനിക്ക് CP ജോണിനെ തോന്നുന്നത്. അർത്ഥത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും, എന്തെങ്കിലുമൊക്കെ അർത്ഥത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. അതിൽ എനിക്ക് രസകരമായി തോന്നിയൊരു കാൻഡിഡേറ്റാണ് ഈ തിരൂരങ്ങാടിയിലെ PMS സമീർ. അതായത് വൺ ഓഫ് ദ ടെക്നോക്രാറ്റ്സ്, അതായത് കൃത്യമായിട്ടൊരു പ്രൊഫഷണൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾ, ലീഗിനെ പല സമയത്ത് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ഇതുകൊണ്ട് സഹായിച്ച ആൾ. അദ്ദേഹത്തിൻ്റെ കാൻഡിഡേസിയെ പറ്റി എന്താണ്? എനിക്ക് തോന്നുന്നു ലീഗിൻ്റെ ഒരു മൊത്തം ഒരു പിക്ചർ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാൻഡിഡേച്ചറാണ് PMA സമീറിൻ്റെ ഒരു കാൻഡിഡേച്ചർ. അത് അയാൾക്ക് വളരെ സേഫായിട്ടുള്ളൊരു സീറ്റ് ലീഗ് ഓഫർ ചെയ്യുന്നു. അപ്പം അദ്ദേഹം നിയമസഭയിൽ വേണമെന്നും നിയമസഭയിൽ ആ അർത്ഥത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഭൗതികമായി അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ലീഗിനെ ലീഡ് ചെയ്യാൻ ഒരു ടെക്നോക്രാറ്റ് അല്ലെങ്കിൽ ആ അർത്ഥത്തിലൊരു CS ഒക്കെ കഴിഞ്ഞ ഒരാൾ ലീഗിൽ വേണമെന്നുള്ള ഒരു ലീഗിൻ്റെ ഒരു നിർബന്ധമാണ് സമീറിനെ പോലെ ഒരു കാൻഡിഡേറ്റിൽ ഞാൻ കാണുന്നത്. സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും ഉണ്ടാവും, ലീഗിനെ പല ഘട്ടത്തിലും സഹായിച്ചു എന്നുള്ളതൊക്കെ ഉണ്ടാവും, അങ്ങനെ പല ആളുകളും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ലീഗ് അങ്ങനെ ഒരു സേഫ് സീറ്റ് കൊടുത്തത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. ദാറ്റ്സ് എ വെരി നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു അടുത്ത നിയമസഭയിൽ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് ഞാൻ നോക്കിക്കാണുന്ന ഒരാളാണ് സമീർ എന്ന് പറഞ്ഞത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്യാത്തൊരു ഏരിയയാണ് വയനാട്. 3 സീറ്റിൽ എന്താണ് സംഭവിക്കുക? വയനാട് എനിക്ക് തോന്നുന്നത് കൽപ്പറ്റയിൽ പ്രത്യേകിച്ച് മത്സരമൊന്നുമില്ല. സുൽത്താൻ ബത്തേരി ഫൈനലി എനിക്ക് തോന്നുന്നു UDF വിജയിച്ച് വരാൻ സാധ്യതയുണ്ട്. മാനന്തവാടി ഒരു പക്ഷേ LDF നിലനിർത്താൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അവിടെ നേരത്തെ പറഞ്ഞതാണ്, വയനാട് UDFൻ്റെ ടൗൺഷിപ്പായിട്ട് ബന്ധപ്പെട്ട് ഫണ്ടുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. വയനാടിന് UDF ഒരു വലിയ ഓഫർ അവരെ പ്രകടന പത്രികയിൽ വെക്കുന്നു. അപ്പം ഇത് എങ്ങനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു, ഇതെങ്ങനെ ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും വയനാടിൻ്റെ റിസൾട്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കേരളം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു വിഷയമാണ്, പക്ഷേ എനിക്കത് ഒന്നുകൂടെ ചോദിക്കണമെന്ന് തോന്നുകയാണ്. കാരണം അതിനകത്ത് ഡീറ്റെയിൽഡായിട്ട് ചർച്ച, പ്രത്യേകിച്ച് PR കമ്പനികളും അല്ലെങ്കിൽ ഇവിടുത്തെ ബ്രാൻഡ് ഇമേജ് ഗ്രൂപ്പുകളും വിശിഷ്യ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ്. കേരളത്തിൽ ഇപ്പം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന മൊത്തം ക്യാമ്പയിനിങ്ങിലും സ്റ്റേറ്റ് നേതാക്കന്മാർ യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വ്യക്തി ഇന്ന് നിങ്ങൾ അയാളെ രാത്രി 12 മണിക്ക് കാസർഗോഡാണ് കാണുന്നതെങ്കിൽ പിറ്റേന്ന് വെളുപ്പിന് 6 മണിക്ക് അയാൾ തൃത്താല ബലരാമൻ്റെ കൂടെ നടക്കുകയാണ്. അതേ ആൾ തന്നെ പിന്നെ നോക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തൃശ്ശൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ കൊല്ലത്താണ് നിങ്ങൾ കാണുന്നത്. ഭീകരമായൊരു എനർജി ആയിട്ട് ഷാഫി പറമ്പിൽ ഈ ഇലക്ഷനിൽ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സ്റ്റാറായിട്ട് നിൽക്കുകയാണ്. ആ ഒരു പ്രതിഭാസത്തെ പറ്റി എന്താണ്? എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനോട് കൂടി ഷാഫിയുടെ ഒരു വലിയൊരു ഓറ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആളുകളുടെ ഇടയിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ളൊരു യങ് ലീഡർ എന്നുള്ളൊരു ഇമേജ് ഷാഫിക്കുണ്ട്. ഷാഫി പോകുന്നിടത്തൊക്കെ വലിയ ജനക്കൂട്ടം ഉണ്ടാവുന്നു. ഷാഫിയോട്
ഈ യങ്സ്റ്റേഴ്സിനും അല്ലെങ്കിൽ മുതിർന്നവർക്കൊക്കെ ഉമ്മൻചാണ്ടിക്ക് കൊടുത്തൊരു സ്നേഹം ഷാഫിക്ക് കൊടുക്കുന്ന പോലെ ഒരു ഫീലിംഗ്. പിന്നെ ഞാൻ പറയാൻ കാരണം ഷാഫി വലിയ നിലപാടൊന്നും പറയുന്ന ആളല്ല, പക്ഷേ ഷാഫി കെയർ ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് പൊതുവെ ഷാഫി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെറും ഒരു ആൾക്കൂട്ടമല്ല, അത് വോട്ടായി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അത് ഈ ഇലക്ഷനിൽ നമുക്കത് ഉറപ്പിക്കാൻ പറ്റും. സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഈ വരുന്ന അസംബ്ലിയിൽ എത്തണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും? ഒന്ന്, തിരുവനന്തപുരത്ത് CP ജോൺ നിയമസഭയിൽ എന്തായാലും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. KN ബാലഗോപാൽ, നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ, ഞാൻ വിചാരിക്കുന്നത് LDF മിനിസ്റ്ററിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു മിനിസ്റ്ററാണ്. ആ അർത്ഥത്തിൽ അവർ നിയമസഭയിൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായിട്ടും അവർ ഉണ്ടാവും ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഫാത്തിമ ദഹലിയ വിൽ ബി ഒരു യങ് ഫീമെയിൽ എന്നുള്ള അർത്ഥത്തിൽ അവരെങ്ങനെ പെർഫോം ചെയ്യും, ഇഫ് ജയിക്കുകയാണെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PMS എമീർ വിൽ ബി, അദ്ദേഹം എങ്ങനെ പെർഫോം ചെയ്യുന്നത് നോക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ VK സനോജ് മട്ടന്നൂർ മത്സരിക്കുന്നത് ഒരു ഷോർ സീറ്റാണ്, അവരെങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് അറിയാൻ. ആൻഡ് ടീച്ചർ വിൽ ബി ഇൻട്രസ്റ്റിംഗ്, ശൈല ടീച്ചർ വിൽ ബി ഇൻട്രസ്റ്റിംഗ് കാൻഡിഡേറ്റ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ ഗെറ്റ് ത്രൂ. പിന്നെ ഒരുപക്ഷെ PK നവാസ്, യങ്സ്റ്റേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതേപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള കാൻഡിഡേറ്റ് മീൻസ് MLA എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് കാണാൻ ഞാനത് വളരെ കൗതുകത്തോടെയാണ്, അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്നാണ്. ഈ നമ്മൾ ഈ കോൺവെർസേഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് ഈ പാർട്ടികളെ പറ്റി എന്തായിരിക്കും അവരുടെ അവസ്ഥ ഈ ഇലക്ഷന് ശേഷം എന്നറിയാൻ താല്പര്യമുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 ആണ്. ഈ ഇലക്ഷന് ശേഷം എന്തായിരിക്കും അവരുടെ അവസ്ഥ? 2020 വിൽ ബി ഇൻ എ ഡിഫിക്കൽട്ട് സ്റ്റേജ്. കാരണം 2020 ഇലക്ഷന് ശേഷം ഒരു പക്ഷേ അവരുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അവരെന്തിനാണ് NDAയിലേക്ക് പോയത് എന്നുള്ളത് അവർ ഇനിയും ലൗഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം അവർ കേക്കമ്പലം പോലെയുള്ള, ഐക്യനാട് പോലെയുള്ള അവരുടെ ആ 3-4 പഞ്ചായത്തുകളിൽ ഒരു പക്ഷേ അവർ ഇതേപോലെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സ്വാധീനം 2020ക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല. 2020 അതിനുശേഷം ഈ ഇലക്ഷനോട് കൂടിയിട്ട് അവർ ഒരു വലിയ ക്രൈസിസിലേക്ക് പോകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ CPIൻ്റെ കാര്യം, CPI ആയിരിക്കും ഈ ഇലക്ഷനിൽ ഏറ്റവും നഷ്ടം ഉണ്ടാകുന്ന ഒരു പാർട്ടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്കൊരു പക്ഷേ 10ൻ്റെ ചുവടെ ഒരു 8 സീറ്റ് 9 സീറ്റൊക്കെയാണ് അവർക്ക് മാക്സിമം ഈ ഇലക്ഷനിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ഒരു 10-60 വർഷത്തെ കേരള രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യലായിരുന്നൊരു ഗ്രൂപ്പാണ് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, പിന്നെ മലയോര പ്രദേശങ്ങളിൽ കേരള കോൺഗ്രസ്. ഈ ഇലക്ഷനോട് കേരള കോൺഗ്രസിൻ്റെ LDFിനും UDFിനുമുള്ള ഗ്രൂപ്പുകൾക്ക് എന്താ സംഭവിക്കും? ഒരുപക്ഷെ കേരള കോൺഗ്രസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ലീഡേഴ്സ് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ഒരുമിച്ച് പരാജയപ്പെടാൻ പോകുന്ന ഒരു ഇലക്ഷനായിരിക്കും ഇത്. കേരള കോൺഗ്രസ് ഒരു പക്ഷേ ഒരു 3 സീറ്റിലേക്കൊക്കെ താഴ്ന്നു പോയി അവരുടെ ഒരു കേരള കോൺഗ്രസിൻ്റെ ഒരു റിലവൻസിനെ ബാക്കിയുള്ളവർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന തരത്തിലേക്ക് കേരള കോൺഗ്രസ് പോയേക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അതേസമയം ഈ ഒരു മൊത്തത്തിലൊരു UDF ട്രെൻഡ് വരികയാണെങ്കിൽ ജോസഫ് ഒരു പക്ഷേ അവരുടെ കഴിഞ്ഞ തവണത്തിനേക്കാൾ ഒന്നും കൂടി നില മെച്ചപ്പെടുത്തിയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഭയങ്കര ഒരു ചർച്ച നടന്നത്, അതായത് PNL അതുപോലെ മലപ്പുറത്തും കോഴിക്കോടുള്ള സ്വതന്ത്രരായ മുസ്ലിം രാഷ്ട്രീയക്കാരെല്ലാം ചേർന്നിട്ടൊരു പാർട്ടി ഉണ്ടാക്കാമെന്നുള്ളത്.
ഇന്നത്തെ അതിൻ്റെ റെലവൻസ് എന്താണ്? ഇപ്പോൾ എവിടെയാണ് നേതാക്കന്മാർ? അത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം CPM-ൻ്റെ ഒരു പരീക്ഷണശാലയായിരുന്നു ആ അർത്ഥത്തിൽ. സ്വതന്ത്രന്മാരെയും അത്യാവശ്യം ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പൊക്കെ ഉള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മലപ്പുറം അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ഇൻട്രോഡ് ഉണ്ടാക്കുക എന്നുള്ള ഒരർത്ഥത്തിൽ അവർ നടത്തിയ പരീക്ഷണത്തിൻ്റെ അവസാന സ്റ്റേജാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഇനി മാറിയ സാഹചര്യം വരുമ്പോൾ വന്നേക്കാം. പക്ഷേ ആ പരീക്ഷണം ഇപ്പം ഈ പറയുന്ന കോഴിക്കോടാണെങ്കിൽ PT റഹീം, പിന്നെ INL-ൻ്റെ സീറ്റുകൾ, ഇവിടെ വി അബ്ദുറഹ്മാൻ, KT ജലീൽ, അങ്ങനെയുള്ള ഒരു വലിയ കാരാട്രസാക്കി ലീഗിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ഇതിൻ്റെ ഒരു അവസാനത്തെ ഒരു ആ പരീക്ഷണം ഇതോട് കൂടിയിട്ട് ഒരു പക്ഷേ അവസാനിച്ചേക്കുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ ഒരു ഒരു പാർട്ടി ഉണ്ടാക്കണം, ഈ സ്വതന്ത്രരെ എല്ലാവരും ഒരു പാർട്ടി ഉണ്ടാക്കണം എന്നുള്ള അജണ്ട പോലും CPM-ൻ്റെ ആയിരുന്നു. അങ്ങനെ അത് ഇപ്പം നാഷണൽ സെക്യുലർ കോൺഫറൻസ് ഒക്കെ അവർ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നൊരു പാർട്ടിയാണല്ലോ. അത് ഇങ്ങനെ ഇലക്ഷൻ സമയം വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രം ഇങ്ങനെ PT റഹീമോ അല്ലെങ്കിൽ അബ്ദുറഹ്മാനൊക്കെ പറയുന്നത് അവരൊന്നും തന്നെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഒരു ഭാഗത്ത് INL രണ്ടായിട്ട് നിൽക്കുന്നു, INL നാഷണൽ ലീഗുമായിട്ട് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു CPM-ൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു മൈനോറിറ്റി ഗ്രൂപ്പിൻ്റെ റിലവൻസ് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ പോകുന്നൊരു ഇലക്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക്, റിസൾട്ട് വരുമ്പോഴത്തേക്കും കേരളത്തിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു 2-3-4 ഫാക്ടേഴ്സ് എന്തൊക്കെയായിരുന്നു? നോക്കൂ, കേരളത്തിൽ BJP-ൻ്റെ റിലവൻസ് എന്താണ് എന്നുള്ളത് കുറേ കൂടി ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഇലക്ഷനായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ ഇലക്ഷനിൽ CPM LDF മുന്നോട്ട് വെച്ച ഒരു രീതിയുണ്ട്, ഇലക്ഷൻ രീതിയുണ്ട്. അത് ഒരു പക്ഷേ നമ്മൾ സൊസൈറ്റി എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു ഇലക്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിണറായി എന്നുള്ള അല്ലെങ്കിൽ പിണറായി വിജയൻ എന്നുള്ള ഒരു ലീഡറിനെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു സൈക്കോളജിയിലൊക്കെ പറഞ്ഞാൽ ഒരു സ്ട്രോങ് ഫാദർ വേഴ്സസ് ഒരു നാർസിസ്റ്റിക് പേഴ്സൺ എന്നുള്ള രണ്ട് ഒരു ബന്ധത്തിൻ്റെ രണ്ട് സൈഡിനെ എങ്ങനെ കേരളം സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇലക്ഷനായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനേക്കാൾ ഉപരി ഞാൻ വിചാരിക്കുന്നത് ജെൻസി എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിന് ഈ ഒരു ഇലക്ഷൻ നമുക്കൊരു ആൻസർ തരുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് പ്രശസ്ത മനഃശാസ്ത്രജ്ഞനും അതുപോലെ തന്നെ സിഫോളജിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനുമായിട്ടുള്ള മുഹമ്മദ് സാബിയാണ്. ടൈം ലൈനിൽ ഇത്രയും നേരം സമയം തന്നതിനും താങ്കളുടെ ഇൻസൈറ്റ്സ് ഷെയർ ചെയ്തതിനും നന്ദി.